Hi all. Society, religion, art and crafts of Indus civilization. സിന്ധു നദീതട സംസ്കാരത്തിന്റെ സമൂഹം, മതം, കല എന്നീ പ്രത്യേകതകളെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, ഈ ഈ ഇൻഡസ് നാഗരികതയുടെ പ്രത്യേകതകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിലാണ്. ഇതിന്റെ ലിപി പൂർണ്ണമായി വായിച്ചെടുത്തിട്ടില്ല. ലിപി വായിച്ചെടുത്തു കഴിഞ്ഞാൽ നിലവിലുണ്ടാവുന്ന അറിവ് വിപുലപ്പെടുകയോ മാറ്റപ്പെടുകയോ ചെയ്തേക്കാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള വാദങ്ങളും വീക്ഷണങ്ങളും ഈ സൈന്ധവ നാഗരികതയുടെ വിവിധ സാമൂഹിക മത സാമ്പത്തിക പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത് ചരിത്ര ലോകത്ത് നിന്നും വന്ന അല്ലെങ്കിൽ കൂടുതൽ സ്വീകരിക്കപ്പെട്ട വാദങ്ങളാണ്. എന്നാൽ അതൊന്നും പരിപൂർണവുമായിട്ടില്ല. ഇത് ഇപ്പോഴും അതിന്റെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിന്റെ സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ സാമൂഹികമായ പ്രത്യേകതകൾ സൈന്ധവ സമൂഹത്തിൽ ഉച്ചനീചിത്വങ്ങൾ ഉണ്ടായിരുന്നു. അഥവാ നഗരങ്ങളുടെ വിഭജനം, സിറ്റാഡൽ ലോവർ സിറ്റി എന്ന് പറയുന്ന വിഭജനത്തിൽ വീടുകളുടെ വലിപ്പ വ്യത്യാസത്തിൽ വീടുകളിൽ 2 റൂമുകളുള്ള 3 റൂമുകളുള്ള ഒക്കെ ഉള്ള ഭവനങ്ങൾ ഹാരപ്പയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങൾ ഉയർന്നവനും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ഉന്നതിയിൽ നിൽക്കുന്നവനും പിന്നിൽ നിൽക്കുന്നവനുള്ള 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ വസ്ത്രത്തിന്റെ കാര്യത്തിൽ പുരുഷന്റെയും സ്ത്രീകളുടെയും വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും രണ്ടെണ്ണമാണ്. ഒരു അപ്പർ ഗാർമെന്റും ഒരു ലോവർ ഗാർമെന്റുമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് സീലുകളിൽ നിന്നും പല ഇമേജുകളിൽ നിന്നും കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. അതോടൊപ്പം ഈ ബീഡ്സ്, വൈരക്കല്ലുകൾ ഈ 2 പുരുഷനും സ്ത്രീയും ധരിച്ചിരുന്നു. പുരുഷന്റെ ഒക്കെ പല അല്ലെങ്കിൽ അതില് ഇമേജുകളിൽ സീലുകളിൽ നിന്നെല്ലാം അതോടൊപ്പം ശവസംസ്കാര രീതിയിൽ നിന്നെല്ലാം ആഭരണങ്ങൾ ധരിച്ചിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ബാംഗിൾസ്, ഇവിടെ ഈ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ കയ്യിൽ കുറെ ആഭരണങ്ങളുണ്ട്. ബ്രേസ്ലെറ്റ്, ആംഗ്ലറ്റ്സ്, ഇയർ റിങ്സ്, ഫിംഗർ റിങ്സ്, അങ്ങനെയുള്ള ആഭരണങ്ങളെല്ലാം പലതരത്തിലുള്ള ആഭരണങ്ങളുടെ പുരാവസ്തു ഗവേഷണത്തിലൂടെ അല്ലെങ്കിൽ ഉത്ഖനനത്തിലൂടെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇവർ ഉപയോഗിച്ചിരുന്നു. ദെൻ കോസ്മെറ്റിക്സ് ഇവിടെ പ്രോമിനന്റ് ആയിരുന്നു. പലതരത്തിലുള്ള ആഭരണങ്ങൾ അല്ലെങ്കിൽ അലങ്കാരങ്ങൾ സ്ത്രീകൾ പുരുഷന്മാരുടെ ഒക്കെ ശരീരത്തിൽ നടത്തിയതായി പറയപ്പെടുന്നു. പിന്നെ ഉപകരണങ്ങൾ, അവരുപയോഗിച്ചിരുന്ന ഹൗസ് ഹോൾഡ് ഗാർഹിക ഉപകരണങ്ങൾ പ്രധാനമായും മണ്ണ്, ചെമ്പ്, കല്ല്, അതുപോലെ തന്നെ ആനക്കൊമ്പ്, ഷെല്ലുകൾ, അതുപോലെ ബോൺസ് കൊണ്ടൊക്കെ നിർമ്മിച്ചവയായിരുന്നു. പലതരത്തിലുള്ള ആയുധങ്ങൾ, ഉപകരണങ്ങൾ, കത്തി, മൺകോരി, അതുപോലെ ഹുക്കുകൾ, നീഡിൽസ്, അങ്ങനെയുള്ള പല ചെമ്പിൽ നിന്നൊക്കെ വ്യാപകമായി നിർമ്മിക്കപ്പെട്ട പല ഉപകരണങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്സ്, ധാരാളം ടോയ്സിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഒഴിവ് സമയ വിനോദങ്ങൾ, അവർ പലതരത്തിലുള്ള വിനോദങ്ങളിൽ അവർ ഏർപ്പെട്ടിരുന്നു. ഫിഷിംഗ്, ഹണ്ടിങ്, അതുപോലെ ബുൾ ഫൈറ്റിംഗ്, കാളപ്പോര് എന്നീ വിനോദങ്ങളിലെല്ലാം ഹാരപ്പൻ ജനത ഉൾപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അവർ ഏർപ്പെട്ടിരുന്നു. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, പലതരത്തിലുള്ള ഉപകരണങ്ങൾ, കലാപരമായിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ കലാപരമായിട്ടുള്ള മേന്മ കാണിക്കുന്ന പല ഉപകരണങ്ങളും ഈ കാലഘട്ടങ്ങളിൽ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ് വലുതായിരുന്നതിന്റെ പല പ്രത്യേകതകൾ. ഇപ്പൊ ഗ്രേറ്റ് ബാത്തിന്റെ നിർമ്മാണത്തിൽ ടൗണുകളുടെ നഗരാസൂത്രണം തയ്യാറാക്കുന്നതിൽ, അതുപോലെ തന്നെ മണ്ണുകൾ കൊണ്ടുള്ള പല നിർമ്മിതികൾ, മണ്ണുകൊണ്ടുണ്ടാക്കിയ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ, മൺപാത്രങ്ങൾ എല്ലാം അവരുടെ കലാപരമായ വൈദഗ്ധ്യത്തിന്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ഫീമെയിൽ ഡാൻസിങ് ഗേൾ, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ ശില്പം മൊഹൻജാദാരോയിൽ നിന്നും വെങ്കലത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സ്റ്റാച്യു അല്ലെങ്കിൽ ഒരു ഫിഗർ
കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ഇവരുടെ കലാപരമായിട്ടുള്ള പ്രത്യേകതയെ വെളിപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഉള്ളതാണ് മൺപാത്രങ്ങൾ. ഹാരപ്പക്കാരുടെ കലാവൈഭവം വെളിപ്പെടുത്തുന്ന മറ്റൊരു വിഭാഗമാണ് അവരുടെ മൺപാത്രങ്ങൾ അഥവാ പോട്ടറീസ്. പല രൂപത്തിലുള്ള, വിവിധ രൂപത്തിലുള്ള, വിവിധ നിറങ്ങളിലുള്ള, ഡിസൈനുകളിലുള്ള മൺപാത്രങ്ങൾ ഹാരപ്പൻ ജനത നിർമ്മിച്ചിരുന്നു. പല ഡിസൈനുകളും കൊത്തിയിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള ജിയോമെട്രിക്കൽ പാറ്റേൺസ് ഉണ്ട്. ഹൊറിസോണ്ടൽ ലൈനുകൾ, സർക്കിൾസ്, അതുപോലെ തന്നെ ഇലകളുടെയും ചെടികളുടെയും ഒക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത മൺപാത്രങ്ങൾ. അതുപോലെ തന്നെ മീൻ, മയിൽ, ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പലതരത്തിലുള്ള മൺപാത്രങ്ങൾ ഹാരപ്പൻ ജനത നിർമ്മിച്ചിട്ടുണ്ട്. പിന്നീട് അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് പ്രധാനമായും ഈ കോപ്പർ ടാബ്ലറ്റ്സിൽ നിന്നും ടെറക്കോട്ട ഫിഗസ്, മൺ നിർമ്മിതികളിൽ നിന്ന്, കളിമൺ നിർമ്മാണങ്ങളിൽ നിന്നൊക്കെ വെളിപ്പെടുത്തുന്നതാണ് അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനകത്ത് വ്യാപകമായി കാണുന്ന ഒരു സീലിൽ ഒരു യോഗി പോസ്റ്ററിലിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രൂപമുണ്ട്. ഇതിനെ ജോൺ മാർഷലിനെ പോലെയുള്ള ചരിത്രകാരന്മാര് അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകര് പശുപതി, പ്രോട്ടോശിവ എന്ന് നാമകരണം ചെയ്ത് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ അതിനെ എതിർക്കുന്ന വലിയ വിമർശനങ്ങൾ ഈ മേഖലയിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പുരുഷനാണോ എന്ന് വരെ സംശയിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പല ചരിത്രകാരന്മാരും മുന്നോട്ട് വെക്കുന്നുമുണ്ട്. പിന്നെ അനിമൽ വർഷിപ്പ് അഥവാ മൃഗ ആരാധന ഹാരപ്പയിൽക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരു ഹംബിൾഡ് ബുള്ള് സീലുകളിൽ കാണാം. അതുപോലെ തന്നെ ഈ യോഗി പോസ്റ്ററിൽ ഇരിക്കുന്ന ഈ രൂപത്തിന്റെ ചുറ്റും പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട്. കടുവ, ആനയുടെ ചിത്രത്തിലെ റൈനോസർ, ഇങ്ങനെയുള്ള അവിടെ താഴെ മാൻ, ഇങ്ങനെയുള്ള പല ചിത്രങ്ങൾ. ഇതെല്ലാം അവരുടെ മതവിശ്വാസമോ ആരാധനയുമോ ആയി ബന്ധപ്പെട്ടതെന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത്. അതോടൊപ്പം മതവുമായി ബന്ധപ്പെട്ട വേറൊരു സീലിൽ കാണുന്ന ഒരു രൂപമാണ് ഇത്. യൂണിക്കോൺ എന്നാണ് വിളിക്കുന്നത്. കുതിരയുടെ സമാനമായിട്ടുള്ള ഒരു രൂപമാണ് ഏകദേശം ഇതിനകത്തുള്ളത്. എന്നാൽ കുതിര ഹാരപ്പക്കാർക്ക് അറിവില്ലാത്തൊരു ജീവിയാണ് എന്ന് പറയുന്ന ഒരു വാദവും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ വിളിക്കുന്നത് യുണീക്കോൺ എന്നാണ്. യുണീക്കോൺ എന്ന് പറയുന്ന ഒരു കുതിരയെ പോലെയുള്ള ഒരു ആനിമലാണ് അവരുടെ സീലുകളിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു രൂപമാണ്. പിന്നെ സ്ത്രീ ദേവത സങ്കല്പം അഥവാ അമ്മ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം, മദർ ഗോഡസ് എന്ന് പറയുന്ന സങ്കല്പം ഹാരപ്പക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെയും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ദൈവമാണോ അതോ ഒരു ഫീമെയിൽ റൂളർ, ഒരു ക്വീൻ ആണോ, ഒരു രാജ്ഞിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിലെ ഗവേഷണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും പൊതുവെ സ്വീകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകളും അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുത ഒരു അമ്മ ദൈവമാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലിംഗാരാധന ഉണ്ടായിരുന്നു, ഉർവരതാ വിശ്വാസം ഉണ്ടായിരുന്നു, വൃക്ഷാരാധന ഹാരപ്പക്കാർക്ക് ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്, മഹാസ്നാനഘട്ടം എന്ന് പറയുന്നത് അവരുടെ മത ആചാരവുമായി ബന്ധപ്പെട്ടൊരു നിർമ്മിതിയായിട്ടാണ് ചരിത്രകാരന്മാർ വിവക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആരാധനയ്ക്ക് ഒരു കേന്ദ്രം, അങ്ങനെയുള്ള ഒരു സംഭവം ഹാരപ്പൻ ജനതയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. പിന്നീട് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അവരുടെ ബെറിയൽ മെത്തേഡ്സ്, ശവസംസ്കാര രീതികൾ. വ്യത്യസ്ത ശവസംസ്കാര രീതി ഹാരപ്പക്കാർ പിന്തുടർന്നതിന്റെ ആർക്കിയോളജിക്കൽ എവിഡൻസുകളുണ്ട്. കുഴികൾ ഉണ്ടാക്കി മൺകട്ടകൾ ഉപയോഗിച്ച് മൂടിയോ ഒക്കെ ശവക്കല്ലറുകൾ അവർ നിർമ്മിച്ചിരുന്നു. അതോടൊപ്പം മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശവപ്പെട്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ അതിന്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോട്ട് ബെറിയൽ, മൺപാത്രങ്ങളായി വലിയ നന്നങ്ങാടി പോലെയുള്ള വലിയ മൺപാത്രങ്ങൾ അല്ലെങ്കിൽ കുടങ്ങളിൽ ശവസംസ്കാരം അടക്കം ചെയ്യുന്നതിന്റെ തെളിവുകളും ഹാരപ്പയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ശവത്തിന്റെ കൂടെ മറ്റു ഉപകരണങ്ങൾ,
അദ്ദേഹം മരിച്ചുപോയ ആൾ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാനുള്ളതോ ആയിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഉപകരണങ്ങൾ, മൺപാത്രങ്ങളൊക്കെ കൂടെ വെക്കുന്നുണ്ട്. അത് അവരുടെ പരലോക ജീവിത വിശ്വാസവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പുനർജീവന വിശ്വാസമായോ ബന്ധപ്പെട്ടതാണെന്നുള്ള വാദങ്ങൾ ചരിത്ര ലോകത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ശവസംസ്കാര രീതി അവരുടെ വിശ്വാസത്തെയും ആരാധനയോ ഒക്കെ അല്ലെങ്കിൽ ഒക്കെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവ് രൂപമാണ്. അപ്പൊ ഇത്രയാണ് ഹാരപ്പയുടെ സമൂഹം, അതോടൊപ്പം തന്നെ മതം. ഹാരപ്പൻ മതത്തെ ഹൈന്ദവ മതവുമായിട്ട് അതിന് ഒരുപാട് ബന്ധമുള്ളതായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിന്റെ ഒരു പൈതൃകം ഹാരപ്പയുടേതാണെന്ന് ഉള്ള ചില വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് മൃഗാരാധന, അതോടൊപ്പം അമ്മ ദൈവം എന്ന് പറയുന്ന ആരാധനയിൽ നിന്ന് ലിംഗാരാധന, വൃക്ഷാരാധന, അങ്ങനെയുള്ള ആരാധനാ സങ്കല്പങ്ങൾ ഇന്നും ഹിന്ദുമതത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രബലമാണ്. അപ്പോൾ അത് ഹാരപ്പയുടെ ഒരു പൈതൃകമാണ്, ലെഗസി ആയിട്ട് പല ചരിത്രകാരന്മാരും പറയാറുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട്